ഒത്തിരി പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്തതിൽ. ആർക്കൊക്കെയാണ് ഏറ്റവും നല്ല ഒരു ട്രെയിനർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ട്രെയിനർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, നിലവിൽ ട്രെയിനർ ആയവർക്കും നല്ലൊരു ട്രെയിനർ ആകണം എന്ന് ആഗ്രഹിക്കാം. ഒരു ട്രെയിനർ അല്ലാത്ത ഒരാൾക്കും അല്ലെ നല്ലൊരു ട്രെയിനർ ആകണം എന്ന് ആഗ്രഹിക്കാം അല്ലെ. സോ ഓക്കെ, ഗുഡ് ഗുഡ്, ഗ്രേറ്റ് ഗ്രേറ്റ്. സോ എല്ലാവരും നല്ലൊരു ട്രെയിനർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഗുഡ്, വണ്ടർഫുൾ. ഓക്കെ, സോ ഇന്ന് നല്ല ഒരു നമുക്കെല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എ ട്രെയിനർ. ട്രെയിനർ ആയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ മെച്ചം അല്ലെ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിരിക്കും ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും വളരെ സജീവമായി തന്നെ ഉണ്ടാവുക. ലൈവില് വീഡിയോയിൽ വരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ലൈവിൽ വരാം. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കണ്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. സോ PPT കാണുന്നുണ്ടോ? കാണുന്നു. ഓക്കെ, ഗ്രേറ്റ്. സോ ഒരു ട്രെയിനർ ആയി കഴിഞ്ഞാൽ എന്താണ് മെച്ചം എന്നതൊരു ചോദ്യമാണ്. വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ആളുകൾ ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ്, കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തുകൊണ്ട് ട്രെയിനിങ്, എന്താണ് ഒരു ട്രെയിനർ ആയി കഴിഞ്ഞാലുള്ള നമുക്കുള്ള മെച്ചം എന്താണ്, അതുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യം പല ആളുകളും പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവാറുണ്ട്. ഒരു ട്രെയിനർ ആണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പോ അത്തരം വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ പരിചയമില്ലാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് ഫൈസൽ സിയ. ഞാൻ തൃശ്ശൂരാണ്, ചന്ദ്രാപിന്നിയാണ് സ്വദേശം. നമ്മുടെ അക്കാദമി തൃശ്ശൂർ ചന്ദ്രാപിന്നിയിൽ തന്നെയാണ് ഉള്ളത്. ട്രെയിനറായും സൈക്കോളജിസ്റ്റായും കൗൺസിലറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള പേരിൽ ഒരു കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ 11 ബാച്ചുകൾ നടന്നു കഴിഞ്ഞു. അതിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ, ഈ ഒരു 11 ബാച്ചിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ കൂടി ഇതിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് യെസ് എന്ന് ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ട്രെയിനിങ് കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തവരും ഇവിടെയുണ്ട്. ഓക്കെ, എനിവേ, താങ്ക് യു. സോ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ സ്കൂളുകൾ ബേസ് ചെയ്തുകൊണ്ടും അല്ലാതെയും ഒക്കെ കരിയർ ഗൈഡൻസ്, പാരന്റിങ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തി വരുന്നു. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ട്രെയിനിങ് ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് എന്നുള്ളതൊരു ചോദ്യമാണ്. ഓക്കെ, എന്തുകൊണ്ട് ട്രെയിനിങ് ഇൻഡസ്ട്രി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് ട്രെയിനിങ് ഇൻഡസ്ട്രി ഇങ്ങനെ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം. ഈ അടുത്തായിട്ട്, ഓക്കെ, നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത, ഓക്കെ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഓൺലൈൻ ആയിട്ടോ അതല്ലെങ്കിൽ ഫിസിക്കലിയോ ഏതെങ്കിലും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ ആരൊക്കെയാണ്? ഒന്ന് പിന്നെ ടി എന്ന് ടൈപ്പ് ചെയ്യോ. ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ ഓൺലൈൻ ആയിട്ടും ഫിസിക്കലി ആയിട്ടും, ഓൺലൈൻ ആയിട്ടാകാം അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടാകാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു ട്രെയിനിങ്, ആരുടെയെങ്കിലും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്ക് ടി എന്ന് ടൈപ്പ് ചെയ്യാം. ടി. ഓക്കെ, സഫ സലീം, സജ്ന, ഷുഐബ്. ഓക്കെ ഓക്കെ, 5 പേരാണ് ടൈപ്പ് ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ളവര് നമ്മുടെ കരിയർ റിലേറ്റ് ചെയ്തതാകാം, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാകാം,
ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാകാം, ഫാമിലിയുമായി റിലേറ്റ് ചെയ്ത ട്രെയിനിങ് ആകാം, പാരന്റിങ്ങുമായി റിലേറ്റ് ചെയ്ത ട്രെയിനിങ് ആകാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു റീസെന്റ് 1 year ആയിട്ട് വ്യത്യസ്തമായ ഇതിലിപ്പോ ഏകദേശം ആളുകളും എന്ന് ടൈപ്പ് ചെയ്ത് ഏകദേശം 6 പേരോളം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഏകദേശം ആളുകളും ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്തവരായിട്ട് പുതുതലമുറയിൽ ആരും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം സ്കൂൾ ബേസ് കൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നതൊന്നും നമ്മളുടെ ആ ഒരു അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ മുതൽ ട്രെയിനിങ് ആരംഭിക്കുന്നു. അതാണ് സ്കൂളുകളിൽ വിശേഷിച്ചും മാനേജ്മെന്റ് PTA ഒക്കെ ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഓരോ സ്കൂളുകളിലും കുട്ടികൾക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. അത് അവരുടെ പിന്നെ ആ ഒരു ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് കൃത്യമായിട്ട് ഏതൊരു ട്രെയിനറാണ് വന്ന് ക്ലാസ് എടുത്തത്, അവർക്ക് എത്ര പേയ്മെന്റ് ആണ് കൊടുത്തത് എന്നതുവരെ കൃത്യമായിട്ട് അവർക്ക് നിരീക്ഷിക്കാനും നോക്കാനും ഒക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് മുതൽ ഇന്നത്തെ കുട്ടികൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ കാലഘട്ടം തന്നെ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഉള്ള ഒരു മാറ്റം? ട്രെയിനിങ് ഇൻഡസ്ട്രി എന്നുള്ളത് ഗ്രോയിങ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് ആളുകൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ട്രെയിനിങ്? എന്തുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നത്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്തുകൊണ്ടായിരിക്കാം ആവശ്യമായിട്ട് വരുന്നത്? നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യോ, എന്തുകൊണ്ടായിരിക്കാം ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എന്ന ഇൻഡസ്ട്രി അനുദിനം വളരാനുള്ള കാരണം? കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിലേക്ക് മാറാനുള്ള കാരണം ടു ബിക്കം പ്രൊഫഷണൽ. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി. വഹാബ് സാറാണ് പ്രൊഫഷണൽ ആകുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നു. ഓക്കെ, ഗ്രേറ്റ്. എവർ ചേഞ്ചിങ് ഇൻഡസ്ട്രി, ഗ്രേറ്റ്, സൂപ്പർ. ശ്യാം സാറാണ്. ഓക്കെ ഓക്കെ, എനി അതർ ആൻസേഴ്സ്? ഓക്കെ, മറ്റു ആൻസറുകളൊന്നുമില്ല, ബാക്കി ആർക്കും ഒന്നും പറയാനില്ല. ഓക്കെ, എനിവേ നിങ്ങൾ കഴിയുന്നവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ലീഡർഷിപ്പ് ആഗ്രഹിച്ചു. ഓക്കെ, ഗ്രേറ്റ്, ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ അപേക്ഷിച്ച് ഒരു വ്യത്യാസം. ഞാനിപ്പോ അടുത്ത് ഒരു കുറ്റമറ്റതും വ്യവസ്ഥാപിതവും. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി. നമ്മളെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. വേൾഡ് ബിക്കം മോർ കമ്പാരിറ്റീവ്. ഓക്കെ, കോമ്പറ്റിറ്റീവ് ആണ്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള റാപ്പിഡ് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? കഴിഞ്ഞ ദിവസം ഒരു കരിയർ ക്ലബിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു വിഷയം, അതായത് ഇപ്പൊ നിലവിലുള്ള 50% ജോലികളും 10 വർഷം കഴിയുമ്പോൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള 50% കരിയറുകളും 10 വർഷം കഴിയുമ്പോൾ ഇല്ലാതാകും. ഇപ്പൊ നമുക്കറിയാം ഒരുപക്ഷെ നമ്മളിൽ അറ്റൻഡ് ചെയ്യുന്ന പലരും, അതല്ലെങ്കിൽ നമ്മളോ നമ്മളുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോ ഒക്കെ ഗൾഫിലേക്ക് പോകാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ആളുകൾ ഉണ്ടാകും അല്ലെ? അങ്ങനെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് പഠിച്ചവരോ അതല്ലെങ്കിൽ അതിന് പോയവരോ അങ്ങനെ ഓർമ്മയുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫാദറൊക്കെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മളൊരു വോയിസ് വിട്ട് കഴിഞ്ഞാൽ അല്ലെ, ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് നമുക്ക് ഞൊടിയിടയിൽ തരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അതല്ലെങ്കിൽ നമ്മൾ വിടുന്ന ഒരു വോയിസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് മാറി അത് ടൈപ്പ് ചെയ്ത് നമുക്ക് തരുന്ന രൂപത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഇപ്പോ ഈ അടുത്ത് ഞാൻ എൻ്റെ S23 അൾട്രയുടെ പിന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ
അതിനെ നോട്ടിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അപ്ഡേറ്റ് കൂടി അതിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പീപ്പിൾ ഈസ് ഈസി ഡ്യൂ ടു ഇന്റർനെറ്റ്, സോ ട്രെയിനിങ് ഈസ് ഓക്കെ ഗ്രേറ്റ്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ടെക്നോളജി മാറുന്നു അല്ലെ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു, കൾച്ചർ മാറുന്നു അല്ലെ, കൾച്ചർ മാറി, കംപ്ലീറ്റ്ലി കൾച്ചർ മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടവും ഈ കാലഘട്ടവും അല്ലെ, ഒരു റെസ്പെക്ട് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക. പണ്ട് കാലത്ത് ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു ടീച്ചർ നടന്നു പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നിട്ട് ടീച്ചറെ എന്നുള്ളൊരു ബഹുമാനമായിരുന്നു അല്ലെ. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ബഹുമാനത്തിൽ പോലും ചേഞ്ച് വന്നു. എന്താണ്, കുട്ടികൾ എഴുന്നേറ്റൊന്നും നിൽക്കില്ല. ചിലപ്പോ എന്താണ്, ഒരു ഇയർഫോൺ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് ഊരുക, എന്നിട്ട് തല ഇങ്ങനെ ആക്കുക, അത്രയേ ഉള്ളൂ. അത് ഒരു റെസ്പെക്ട് ആണ്, ഇന്നത്തെ കാലത്തിലെ ഒരു റെസ്പെക്ട് ആണ് അല്ലെ. എഴുന്നേറ്റ് നിന്നുകൊള്ളണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കുക. അപ്പോ കൾച്ചർ പോലും മാറി എന്നുള്ളതാണ്. കുട്ടികളെ വളർത്തുന്ന രീതികളിൽ മാറി. അതേപോലെ തന്നെ ഫാമിലിയിലെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാറ്റങ്ങൾ വന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മാറ്റങ്ങൾ വന്നു. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് അല്ലെ, പണ്ട് കാലത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പണ്ട് മാർക്കറ്റിംഗ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ വന്നു. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് റാപ്പിഡ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ കൾച്ചറിലായി കഴിഞ്ഞാലും എഡ്യൂക്കേഷനിലായി കഴിഞ്ഞാലും ടെക്നോളജിയിലായി കഴിഞ്ഞാലും ബിസിനസ്സിലായി കഴിഞ്ഞാലും അപ്രോച്ചിലായി കഴിഞ്ഞാലും ഒക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് അത് അഡാപ്റ്റ് ചെയ്ത് അല്ലെ, അഡാപ്റ്റബിലിറ്റി എന്നുള്ളത് ഒരു സോഫ്റ്റ് സ്കില്ലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ്. അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ. ട്രെയിനിങ് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മാറാൻ സാധ്യതയില്ല. അപ്പോൾ ആ ട്രെയിനിങ് പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ നമുക്കത് കൃത്യമായി പറഞ്ഞു തരുന്നതിലൂടെ നമുക്ക് അത് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ് ഇൻഡസ്ട്രി എന്താണ്, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ അല്ലെ, ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ആളുകൾ ആണ് ശരിക്കും ട്രെയിനേഴ്സ്, അതല്ലെങ്കിൽ കോച്ച്, അല്ലെങ്കിൽ മെന്റർ എന്ന് പറയുന്നത്. ഒരാൾക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട് സൈക്കോളജിയിലാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതായത് നമ്മൾ ചെയ്തിട്ട് തെറ്റുക, അതിനുശേഷം പഠിക്കുക എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അത് തെറ്റുന്നു, വീണ്ടും ചെയ്യുന്നു, തെറ്റുന്നു, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്ത് തെറ്റി പഠിക്കുക എന്നുള്ളൊരു സംഭവമാണ്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് എന്താണ്, നമ്മൾ അവിടേക്ക് അത് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് ഡയറക്റ്റ് തെറ്റാതെ തന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതാണ് ട്രെയിനിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും ആ എളുപ്പത്തിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോള് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ട്രെയിനർ, അതല്ലെങ്കിൽ ഒരു മെന്റർ, ഒരു കോച്ച് ഒക്കെ ആവശ്യമായിട്ടുള്ള പിന്നെ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ആഗ്രഹം അല്ലെ. പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു തെങ്ങ് നടലാണോ അതല്ലെങ്കിൽ ഒരു ചീര നടലാണോ ഏറ്റവും നല്ലത് എന്നൊരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു തെങ്ങ് നടലാണോ ഒരു ചീര നടലാണോ എന്നുള്ളത്. ചീര നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഗുണം ലഭിക്കും. എന്നാൽ തെങ്ങ് നട്ട് കഴിഞ്ഞാൽ അത് കുറച്ചു നാള് നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോ പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗോളുകൾ അച്ചീവ് ചെയ്യണം. അത് ഏത് രൂപത്തിൽ അച്ചീവ് ചെയ്യണം എന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ട്രെയിനിങ് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ ജോബ് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി, കരിയർ കൃത്യമാക്കുന്നതിന് വേണ്ടി, കോമ്പറ്റീഷൻ ആയിട്ടുള്ള മേഖലകളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, കൾച്ചർ മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്
മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടത് കൊണ്ട് തീർച്ചയായിട്ടും ട്രെയിനിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. അപ്പൊ ട്രെയിനിങ്ങിലേക്ക് വരുന്ന ഒത്തിരി ആളുകൾക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് ഇട്ടിരിക്കുകയാണ്. ഇനി ട്രെയിനിങ്ങിലേക്ക് വന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യമായിട്ട് ഒരു ട്രെയിനർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത്. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആദ്യം ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ട്രെയിനറായി മാറിയതിന് ശേഷം പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്ത ആളുകൾ ആരൊക്കെയുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഒന്നോ അതല്ലെങ്കിൽ ട്രെയിനർ ആയ ആളുകൾ ചിലപ്പോൾ ഇതിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ ഒരു ട്രെയിനർ ആയതിനു ശേഷം എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്ന ആളുകൾ, ഞാനൊരു ട്രെയിനർ ആണ്, തീർച്ചയായിട്ടും അപ്പൊ ആ ട്രെയിനർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തീർച്ചയായിട്ടും ഇവിടെ ശ്യാം സാറ്, അമീർ സാറ്, സജ്ന മാം തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അപ്പോ അതിന്റെ ഫസ്റ്റ് എലമെന്റ് നമ്മളൊരു ട്രെയിനർ ആയി അല്ലെങ്കിൽ ട്രെയിനർ ആകുന്നു എന്നറിയുമ്പോൾ തന്നെ, കാരണം ഒരു ട്രെയിനർ ആരാണ്? ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മറ്റുള്ള ഒരാളുടെ നോളജിലും സ്കില്ലിലും ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരാൾ ആണ് ശരിക്കും ട്രെയിനർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് മൂന്നും സംഭവിക്കുമ്പോഴാണ് മറ്റൊരാളുടെ നോളജിലും സ്കില്ലിലും ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രെയിനിങ് സംഭവിക്കുന്നില്ല. മറിച്ച് എന്താണ്? നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഇത് മൂന്നിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു ട്രെയിനർ ഉണ്ടാകുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മളൊരു ട്രെയിനർ ആകുന്നതോടുകൂടി തന്നെ നമ്മളിൽ ഒരു മാറ്റം തുടങ്ങുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ നമ്മുടെ നോളജിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാറുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പ, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് മാറാത്ത കാര്യങ്ങൾ നമ്മളൊരു ട്രെയിനർ ആകുന്നതോടുകൂടി തന്നെ കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? നമ്മൾ ചെയ്യാത്ത, നമ്മൾ ശീലിക്കാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുത്തലുണ്ടാകും, ഒരു വിങ്ങലുണ്ടാകും. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ആദ്യം അതൊന്ന് ചെയ്തു നോക്കാൻ നമ്മൾ കാരണമാകുന്നു. അപ്പൊ അതോടുകൂടി നമ്മൾ എന്താകുന്നു? ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ആകും, അല്ലെ? നേരത്തെ സംസാരിക്കാതിരുന്ന ഒരാൾ ഒരു ട്രെയിനർ ആകുന്നതോടുകൂടി തന്നെ അദ്ദേഹം സംസാരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു, ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. അപ്പോ നമ്മൾക്ക് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ആകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് എന്താണ്? എവിടെയും പിടിച്ചു നിൽക്കാമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? പലപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വരുന്ന ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, അതേപോലെ തന്നെ മറ്റു ബിസിനസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഒരാളോട് സംസാരിച്ച് നമ്മുടെ ഒരു വിഷയത്തെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള, അവരിലേക്ക് എത്തിപ്പിക്കാനുള്ള, അല്ലെ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതൊരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആർട്ടാണ്. അതരങ്ങളിൽ നിന്ന്
ചെവികളിലേക്ക് എന്നതിനപ്പുറം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാപ്പബിലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ടീച്ചിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ബിസിനസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റു നമ്മുടെ എല്ലാ വ്യവഹാരങ്ങൾ, ഫാമിലി അല്ലെ, എല്ലാ വ്യവഹാരങ്ങളിലും നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനാകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്താകുന്നു, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ടച്ച് പീപ്പിൾസ് ഹാർട്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തൊടാൻ പറ്റുന്നു എന്നുള്ളത് അല്ലെ. ട്രെയിനർ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തൊടാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നവരാരൊക്കെയുണ്ട്? അങ്ങനെ തൊടാൻ പറ്റിയവരാരൊക്കെയുണ്ട്? ഒന്ന് ചാറ്റിലേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കുന്നവര്, മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തൊടാൻ നമുക്ക് പറ്റും ഒരു ട്രെയിനർ ആയി കഴിഞ്ഞാൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അല്ലെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്ത, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരുന്ന സമയത്ത് നിങ്ങളെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യൻ അല്ലെ, അതൊരു വാക്ക് കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് അല്ലെ, അങ്ങനെ തുടങ്ങി എന്തുമാകാം, ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സ് അല്ലെ. ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു റീലിലൂടെ അല്ലെ, ഒരു 90 മിനിറ്റിന്റെ, ഒരു 90 സെക്കൻഡിന്റെ ഒരു റീലിലൂടെ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാകാം അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വന്ന് ക്ഷീണിച്ച് കിടക്കാൻ നേരത്ത് നമ്മുടെ വാട്സപ്പില് വന്ന് കിടക്കുന്ന ഒരു ചെറിയ 1 മിനിറ്റിന്റെ വോയിസ് അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ആ വോയിസിൽ വരുന്നത്? സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തിരുന്നു, വളരെ മൂഡ് ഓഫ് ആയിരുന്നു, ഞാൻ എവിടേക്ക് പോകണം, എങ്ങനെ പോകണമെന്ന് തിരിച്ചറിയാതെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിന്റെ ഗതി മാറ്റുന്ന, എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന രൂപത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് എനിക്ക് ആ ഒരു ക്ലാസ്സിലൂടെ ലഭിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതല്ലെങ്കിൽ ആത്മഹത്യയുടെ വഴിയിൽ നിൽക്കുന്ന സമയത്താണ് സാറിന്റെ ആ ഒരു വീഡിയോ എനിക്ക് കാണാൻ പറ്റിയത്. അവിടെ നിന്ന് എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടാവുകയും ഞാൻ അതിന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു എഴുത്ത് കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷിനേക്കാൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന റെക്കഗ്നേഷനേക്കാൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തിനേക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന, അതാണ് ടച്ചിങ് ഹാർട്ട്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് തൊടാൻ പറ്റുന്ന ഏറ്റവും വലിയ മൊമെന്റുകൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ശരിക്ക് ഒരു ട്രെയിനർ ആകുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ, നിങ്ങൾക്കൊരു ട്രെയിനർ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിക്കയറി വരേണ്ടത് മറ്റുള്ളവരുടെ ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. നമ്മളുടെ സമൂഹം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇംപ്രൂവ്മെന്റ്, അവരെ വളർത്തിക്കൊണ്ടുവരിക, അവരുടെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നു എന്നതാണ് നമ്മളൊരു ട്രെയിനർ ആകുന്നു എന്നതിന്റെ ആഗ്രഹം. നമ്മൾ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിന് ഒത്ത് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ വളരുക എന്നത് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുക, കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം, മറ്റു മനുഷ്യരുടെ ഹൃദയത്തെ തൊടുക, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയറിക്കൂടുക. തൊടുക എന്നതിനോടൊപ്പം തന്നെ തൊട്ട് കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ തൊടാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ തൊടാൻ കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ കവാടം തുറന്ന് ആ ഹൃദയത്തിൽ കുടിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യനായി നിങ്ങളെ അവർ അവിടെ ആ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് അല്ലെ. ഒരു ലൈഫിനെ തിരിച്ചുവിട്ട ഒരാളെ ഒരു മനുഷ്യനും മറക്കില്ല അല്ലെ. നമ്മൾ ആ ഹൃദയത്തിൽ ഇങ്ങനെ കുടിയിരുന്നു. അതല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിൽ
നമ്മളെ സഹായിച്ച, നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒരു മനുഷ്യനെയും നമ്മൾ മറക്കില്ല. അവർക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമുക്ക് എന്താണ് സഹായിക്കാൻ, അവരെ ഇംപ്രൂവ് ചെയ്യാൻ, അവരെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്, അല്ലെ? ഒരു ട്രെയിനർ ആവാൻ ഏറ്റവും ചെറിയ ഒരു കുട്ടിക്ക് ഒരു ട്രെയിനർ ആകാൻ സാധിക്കും. എത്ര ഏജ് ഉള്ള ഒരാൾക്കും ഒരു ട്രെയിനർ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് കൂടി എന്നെ ഒരു ടീച്ചർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ടീച്ചിങ് കഴിഞ്ഞ് റിട്ടയർഡ് ആവാൻ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ട്രെയിനിങ്ങിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ തുടങ്ങി റിട്ടയർഡ് ആവാൻ നിൽക്കുന്നവർ പോലും ട്രെയിനിങ്ങിലേക്ക്, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, അല്ലെ, ചെറിയ കുട്ടികൾ വരെ ട്രെയിനിങ്ങിൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. ഏത് സമയത്തും എത്ര കാലം വരെയും നമുക്ക് ട്രെയിനിങ്ങിൽ നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിൾ വർക്കിംഗ് ടൈം എന്നുള്ളതാണ്. നമ്മുടെ ഷെഡ്യൂളുകൾ നിശ്ചയിക്കുന്നത് ട്രെയിനേഴ്സ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ആ ട്രെയിനേഴ്സിന്റെ ഷെഡ്യൂളും അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത് ഒരു ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മളുടെ ടൈമിംഗ്, നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യണം, നമ്മൾ എവിടെ പോകണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നതെല്ലാം നമുക്ക് നിശ്ചയിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ബിൽഡ് എ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ബിൽഡ് എ നെറ്റ്വർക്ക്, ഒരു വലിയ ഒരു കണക്ഷൻ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു. ഒത്തിരി ആളുകളുമായിട്ട് നമുക്ക് കണക്ഷൻ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ നമുക്ക് കാണാനും സംസാരിക്കാനും ഇടപഴകാനും, നമ്മുടെ കോണ്ടാക്റ്റുകൾ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏത് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ആളുകൾ ഉണ്ടാകുന്നു, അവരോട് സംസാരിക്കാൻ പറ്റുന്നു. ഒബിയസ്ലി അതിനൊരു ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നായി തീരുന്നു എന്നുള്ളത്. അപ്പോൾ ഒത്തിരി ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് ട്രെയിനിങ്ങിലേക്ക് വരുന്നതോടുകൂടി തന്നെ നമുക്ക് മാറാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫിനാൻസിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിന് നോ MRP എന്നുള്ളതാണ്. നമ്മളൊരു ബോട്ടിൽ, ഞാൻ സാധാരണ പറയാം, നമ്മളൊരു ബോട്ടിൽ വാട്ടർ മേടിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിൽ വാട്ടർ നോർമൽ മാർക്കറ്റിൽ ഒരു 20 രൂപയാണ് എങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് 30 രൂപ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം, നമ്മൾ പറയും ഇതിന് 20 രൂപയാണല്ലോ സാധാരണ ഉള്ളത്, ഇതിനെങ്ങനെയാണ് 30 രൂപ നിങ്ങൾ മേടിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ലൊക്കേഷൻസ് അനുസരിച്ചിട്ട് ബോട്ടിലിന്റെ റേറ്റ് കൂടും, അത് വേറെ വിഷയം. നോർമൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മളുടെ എക്സ്പെർട്ടൈസിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വില എന്ന് പറയുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്, നമ്മുടെ നോളജ്, ഇതിനനുസരിച്ച് അതിന്റെ വില മാറുന്നു എന്നുള്ളത്. നമ്മളാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ കേരളത്തിലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിനർ അവിടെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് പറയുക എന്നുള്ളത്. അപ്പൊ അതിന്റെ പിന്നെ അത് ശരിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയമാണ്. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയുന്നു എന്നുള്ളത്. ട്രെയിനിങ്ങിലും എത്തിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എത്തിക്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ട്രെയിനിങ്ങിൽ എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും വാല്യൂസും എത്തിക്സും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം നമ്മൾ എപ്പോഴും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നോ MRP എന്നുള്ളതാണ്. നമ്മളുടെ വില നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എത്രയാണ് സാലറി തരേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നമുക്ക് 10,000 വേണം, അതല്ലെങ്കിൽ എനിക്ക് 15,000 വേണം, എനിക്ക് 50,000 വേണം, എനിക്ക് 1 ലക്ഷം വേണം, എനിക്ക് 5 ലക്ഷം വേണം, എനിക്ക് 50 ലക്ഷം വേണം എന്ന്
പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അത് നമ്മളുടെ വാല്യൂ എത്രയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക. ചില സമയത്ത് നമ്മൾ 50,000 എന്ന് പറയും, അവര് പറയും 50,000 തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഒരു പക്ഷേ നമ്മൾ അത് അംഗീകരിക്കും, അതിനേക്കാൾ താഴ്ന്ന ഒരു റേറ്റിന് നമ്മൾ അംഗീകരിക്കും. അതല്ലെങ്കിൽ എനിക്ക് ആ ജോലി വേണ്ട, എനിക്ക് 50,000 കിട്ടുന്ന സ്ഥലത്ത് മതി എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ട്രെയിനിങ്ങിന് നമുക്ക് വില പറയാൻ പറ്റും. മണിക്കൂറിന് 5 ലക്ഷം മേടിക്കുന്ന ട്രെയിനർമാരും നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെർട്ടൈസിനനുസരിച്ചിട്ട് നമ്മുടെ വില കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതേ രൂപത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റുകൾ നമ്മളുടെ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ട്രെയിനിങ്ങിലേക്ക് വന്ന് ഞാൻ ഇന്ന് ട്രെയിനിങ്ങിന്റെ ഒരു കോഴ്സ് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്യാണ്, 2 മാസമാണ് അതിന്റെ കാലാവധി, 2 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ അങ്ങനെയാകും എന്ന് ആരും നിജപ്പെടുത്തേണ്ടതില്ല. ഞാൻ നേരത്തെ ചീര വെക്കുന്നതും തെങ്ങ് വെക്കുന്നതിന്റെ ഒരു ഉപമ പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഒരു എക്സ്പീരിയൻസിലൂടെ അത് എക്സ്പെർട്ടൈസിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പാഷനേറ്റ് ആയിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബെനിഫിറ്റുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മുതൽ അങ്ങോട്ട് നമ്മുടെ സോഷ്യൽ ഇംപ്രൂവ്മെന്റ്, അതേപോലെ തന്നെ നമ്മുടെ കരിയർ ഇംപ്രൂവ്മെന്റ്, ഫിനാൻസ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സിലൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്നോ അതല്ലെങ്കിൽ ഒരു കരിയർ എന്നോ, കരിയർ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരിയർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കരിയറിനെ സ്വിച്ച് ചെയ്ത ഒരാളാണ്. അപ്പോ ഇങ്ങനെ കരിയർ സ്വിച്ചിങ് എന്നുള്ളത് പണ്ട് കാലത്ത് നമുക്കറിയാം, ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം ആ കരിയറാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കരിയറിനെ നമുക്ക് ഏത് സമയത്തും സ്വിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഏത് കരിയറിലേക്കാണ് നമുക്ക് മാറേണ്ടതെങ്കിൽ നമുക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പിന്നെ പ്രൈമറി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് നിലനിർത്താനും ഒരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് നിലനിർത്താനും നമുക്ക് സാധിക്കും. ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ടീച്ചിങ്ങിന്റെ ബാക്കിയുള്ള സമയം, ഒരു പക്ഷെ രാത്രി അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും, ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് എടുക്കാൻ പോകാൻ പറ്റും. അപ്പോൾ ഒരു സെക്കൻഡറി ഇൻകം അല്ലെ, ഒരു പ്രൈമറി ഇൻകത്തിലൂടെ മാത്രം ജീവിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അവിടെ നമുക്കൊരു സെക്കൻഡറി ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വേണമെങ്കിൽ ഈ സെക്കൻഡറി ഇൻകം കിട്ടുന്ന ഒരു കരിയറിനെ പ്രൈമറി ഇൻകം കിട്ടുന്ന ഒന്നായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമുക്ക് പാസീവ് ആയിട്ടുള്ള ഇൻകമോ മാസീവ് ആയിട്ടുള്ള ഇൻകമോ ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ മേഖലയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നിലവിൽ നമുക്ക് നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ കീഴിൽ ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 11 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 12ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ എല്ലാവർക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, പക്ഷെ ടാസ്ക് ഓറിയന്റഡ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ സംസാരിക്കേണ്ടി വരും, നിർബന്ധമായിട്ടും നിങ്ങൾ ടാസ്കുകൾ ചെയ്യേണ്ടി വരും. നല്ല ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞ ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്തുന്ന രൂപത്തിലാണ് നമ്മൾ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 11 ബാച്ചിൽ 100 കണക്കിന് ട്രെയിനേഴ്സ് അതിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. അപ്പൊ ട്രെയിനിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന, ട്രെയിനിങ് ഒരു പാഷനേറ്റ് ആയിട്ട് നിലനിർത്തുന്ന, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ചോദ്യങ്ങൾ ഉയർത്താവുന്നതാണ്. അപ്പോൾ ഞാൻ മൈക്ക് നിങ്ങൾക്ക് കൈമാറുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ചോദിച്ചോളൂ. ഹലോ സർ. എനിക്ക് പിന്നെ സാറ് പറഞ്ഞല്ലോ, സാറ് ഇതിലേക്ക് സ്വിച്ച് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ സാറ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? ഈ ഫീൽഡിലേക്ക് സാറ് അതായത് ഇതിലിപ്പോ ഞാനൊന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. പൊതുവെ നമ്മള് ഈ ഒരു കൗൺസിലിംഗ് എന്നുള്ളൊരു ഫീൽഡ് ഇതിലുണ്ടല്ലോ. അപ്പൊ സാറ് കൗൺസിലർ ആയിട്ട് വന്ന് ട്രെയിനിങ്ങിലേക്ക് മാറിയതാണോ, അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ നിന്ന് ഇതിലേക്ക് വന്നതാണോ? ഓക്കെ, ഗ്രേറ്റ്. വഹാബ് സാറാണ് ചോദ്യം ചോദിച്ചത്. കരിയർ എങ്ങനെയാണ് സ്വിച്ച് ചെയ്തത് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോ ഞാൻ ആക്ച്വലി ഒരു സിവിൽ കരിയറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്, ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക, സൂക്ഷിക്കുക, അത് സംസാരിക്കുകയൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ പെട്ടെന്നൊരു കരിയർ സ്വിച്ചിങ് അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡറി ഒരു കരിയർ എന്നുള്ള രൂപത്തിൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ നിരന്തരമായിട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ നാളുകൾക്ക് ശേഷം ആയിരുന്നു പെട്ടെന്നൊരു മറ്റേ ജോബ് ഉപേക്ഷിക്കുകയും പിന്നെ ഇതിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സൈക്കോളജി ഒക്കെ ചെയ്തത്. PG ചെയ്തു സൈക്കോളജിയിൽ, അതേപോലെ തന്നെ കൗൺസിലിംഗിൽ ഡിപ്ലോമ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നേരത്തെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ PGകളൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് അങ്ങനെ ഒരു കരിയർ സ്വിച്ച് ചെയ്തത്. ഹലോ, ഗുഡ് ഈവനിങ്. വലൈക്കും അസ്സലാം. പിന്നെ ഇതിപ്പോ സാറ് പറഞ്ഞ പോലത്തെ ഒരു കേസാണ് എന്റേതും. എനിക്ക് വായനയിൽ ഒരു പരന്ന വായനയുണ്ട്, അത്യാവശ്യം നല്ല ആഗ്രഹമുണ്ട്. ഒരു ട്രെയിനർ ആവുക എന്നുള്ള ഒരു മോഹം കൊണ്ടു നടക്കാൻ തുടങ്ങി കുറച്ച് കാലമായി. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയും ഈ ട്രെയിനിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ സാറിനെ കൊണ്ട് പറഞ്ഞ പോലെ എനിക്കും സൈക്കോളജിയിൽ ഞാൻ ഡിഗ്രി തന്നെ പകുതിക്ക് വെച്ച് നിർത്തിയതാണ്. അത് പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ കോഴ്സ് ആണോ നടത്തുന്നത്, അല്ല ഓഫ്ലൈൻ കോഴ്സ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ബാച്ചുകളാണ്. ഓൺലൈൻ ബാച്ച് കൊടുക്കാനുള്ള ഒരു കാരണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലരും ട്രെയിനിങ്ങിലേക്ക് വരുന്ന ആളുകൾ ബേസിക്കലി ട്രെയിനർ അല്ലാത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പൊ നമ്മളൊരു ചോദിക്കുന്നത്, അതായത് നമ്മളിപ്പോ അവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത് ആ ഒരു എങ്ങനെ ഒരു ട്രെയിനർ ആവാം എന്നതിൽ മാത്രമല്ല, നമ്മൾ ഏത് മേഖലയിൽ ട്രെയിനർ ആവണം എന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഒരു ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക. കാരണം ട്രെയിനിങ് ഒരുപാട് മേഖലയുണ്ടല്ലോ. ഇപ്പോൾ ബിസിനസ് ഒരു ചെറിയൊരു മേഖലയല്ല ട്രെയിനിങ്, പല മേഖലയിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ ഏത് മേഖലയിൽ നമ്മളൊരു സ്പെസിഫൈ ചെയ്ത് ട്രെയിനർ ആവണം, അതിൽ എക്സ്പെർട്ട് ആവണം എന്നതിൽ ഒരു ഗൈഡൻസ് കിട്ടാൻ വഴിയുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ബേസിക്കലി നമ്മളൊരു ട്രെയിനർ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഏത് ട്രെയിനർ ആകണം എന്നുള്ള ഒരു അഡ്വൈസും ഗൈഡൻസും ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഏതാണ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏതാണ് നമുക്ക് വേണ്ടത്. സെയിൽസിലേക്ക് പോകണോ, പേരന്റിംഗിലേക്ക് പോകണോ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോകണോ, അപ്പൊ ഏതിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് ആ ട്രെയിനിങ് കഴിയുമ്പോഴാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കും. ഇന്ന രൂപത്തിൽ പോയാൽ മതി എന്നുള്ള രൂപത്തിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഓൺലൈൻ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയോ ശരിക്കും? അതിനെന്തായാലും ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം തന്നെ ആവശ്യമില്ലേ ശരിക്കും? നമ്മളെ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടോന്ന് എനിക്കറിയില്ല. സപ്പോസ് എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടോന്ന്, കാരണം അങ്ങനെ ഇതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഓക്കെ ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നിലവില് നമ്മള് കുറെ ആളുകൾക്ക് ഈ ഒരു 11 ബാച്ചിലൂടെ ഒരുപാട് ആളുകൾക്ക് അത്തരം മാറ്റങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടാസ്ക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും, അതേപോലെ തന്നെ ടാസ്കുകൾ ചെയ്യിപ്പിക്കും, വീഡിയോ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് അതിലൊരു മാറ്റം നമ്മൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് കൂടി നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും. സാർ ഒരു ഓഫ്ലൈൻ കൂടെ തുടങ്ങണമെന്നൊരു സജഷൻ കൂടെ ഉണ്ട്. അതെ അതെ, ഓഫ്ലൈൻ നമ്മൾ സെഷൻസ് അടുത്ത മാസം മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ ബാച്ചുകൾ കഴിയുന്ന ആളുകൾക്ക് ഫിസിക്കൽ ബാച്ചുകൾ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത മാസം മുതൽ നമ്മൾ ഓഫ്ലൈൻ നിർബന്ധമാണ്. ഓഫ്ലൈൻ നിർബന്ധമാണ്, എന്നാലേ അതൊരു പെർഫെക്റ്റ് ആവും. അല്ലാതെ ഇത് പോസ്റ്റലായിട്ട് നീന്തൽ പഠിച്ച പോലെ അവസ്ഥ വരും. നമ്മൾ ഓഫ്ലൈൻ നിർബന്ധമാണ്. പിന്നെ തൽക്കാലത്തേക്കുള്ളത് ഓൺലൈൻ ചെയ്യാന്നല്ലേ ഉള്ളൂ അല്ലേ? അല്ല, ഓഫ്ലൈൻ നിർബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഇതിൽ തന്നെ നമ്മളെ ഓൺലൈൻ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളുണ്ട്. ഇപ്പൊ ശ്യാം സാറ് ഒന്ന് പറഞ്ഞേ. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഞാനിതില് ട്രെയിനിങ് 9th ബാച്ചിലെ ട്രെയിനിങ് കഴിഞ്ഞിരുന്നു. ഇതില് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്, ഓൺലൈൻ ട്രെയിനിങ്ങിലുണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ശക്തമായിട്ടുള്ള ഈ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു എല്ലാ മേഖലയിലും ഈ ട്രെയിനിങ്ങിന്റെ നമ്മൾ മറ്റേ ജസ്റ്റ് സ്പീക്കിംഗ് മാത്രമല്ല, എല്ലാ മേഖലയും പല നോളജും ഉണ്ടല്ലോ. ആ നോളജ്, പിന്നെ നമ്മൾ എങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ട്രെയിനറെ എങ്ങനെ പൊക്കിയെടുക്കാം. നമ്മൾ നേരത്തെ എന്ത് വേണമെന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ആലോചനയിൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖല, നിഷായിട്ടുള്ള ഒരു മേഖല എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു സപ്പോർട്ട്. പിന്നെ നമ്മൾ എങ്ങനെ അത് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിൽ ട്രെയിനിങ് എടുത്തു തുടങ്ങാം, അതിന്റെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും അതും ഒക്കെ. പിന്നെ ചില ടെക്നിക്സും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ചില ട്രെയിനിങ്, ചില സംസാരിക്കാനുള്ള വേദികള് അങ്ങനെയൊക്കെ കിട്ടുന്നതോടെ നമ്മൾ പതുക്കെ ഒരു ട്രെയിനറായി മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ഓഫ്ലൈനും വേണം ഓൺലൈനും വേണം. അപ്പൊ രണ്ടും കൂടി ഉള്ള ഒരു മിശ്രിതമായിട്ടാണ് നമുക്ക് സപ്പോർട്ട്. കോൺസെപ്റ്റ്സ് ഇവിടെ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. പിന്നെ മറ്റു മേഖലകളിൽ നമുക്ക് ഓൺലൈനായിട്ട് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇത് ഓക്കെയാണ്. മറ്റേതിനും നമുക്കൊരു സപ്പോർട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് പറയാം. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അതായത് ഫിസിക്കലി നമുക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷനിലേക്ക് എത്തും. നല്ല തള്ളു കിട്ടുന്നുണ്ട്. അതെ അതെ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതെ ശ്യാം സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റൂല എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളതിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തായി, അവിടെ ഫിസിക്കൽ ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുകയാണ്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അമീർ സാർ പറ. എന്നെ കാണാറുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇതിലിപ്പോ മുമ്പ് നിയാസ് സാറും വഹാബ് സാറും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അത് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് ദുബായിലാണ്. അപ്പൊ എനിക്ക് ഇത് ഫിസിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് അറിയാലോ, ലീവ് കിട്ടുന്നത് ഒക്കെ അതിന്റെ ബാധകമാണല്ലോ. പിന്നെ സാർ ഇപ്പം എടുത്ത ക്ലാസ്സിനകത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഉള്ളിലെ ട്രെയിനറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ എനിക്ക് ഇതുപോലെ തന്നെ വീഡിയോയിൽ ഇങ്ങനെ ഒരു റിപ്ലൈ തരാൻ പറ്റും, അതേപോലെയുള്ള സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇതിൽ കോൺഫിഡൻസ് കിട്ടിയത് തന്നെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലെടുത്ത് പോകുമ്പോൾ തിയറീസ് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് എല്ലാം ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് സാറ് മാത്രമല്ല, ആ ബാച്ചിലുള്ള എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിസൈനിങ് മേഖലയിലാണ്. അപ്പൊ എനിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മളെ സ്കില്ലും ബാക്കിയുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേഷന്റെ അതുപോലെ ട്രെയിനിങ്ങിനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് ട്രെയിനേഴ്സ് ഉണ്ടാവും, ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇതില്. സാറിന്റെ കോഴ്സിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്നവർക്കും അത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു അമീർ സാർ. അമീർ സാർ നമ്മുടെ ദുബായിൽ നിന്നാണ്, നമ്മുടെ 9th ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ്. സാറിന്റെ എക്സ്പീരിയൻസ് ആണ് ജസ്റ്റ് ഷെയർ ചെയ്തത്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
മെഹബൂഷ. അതായത് നമ്മളൊരു 10 വർഷം മുമ്പ് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ ട്രെയിനിങ് മേഖലയിൽ ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു ഓൺലൈൻ യുഗം, അതായത് സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നതിന് ശേഷം പൊതുവെ സാധാരണക്കാർ പോലും ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി അല്ലേ? പൊതുവെ നമ്മുടെ ഈ ട്രെയിനർ എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഓഡിയൻസ് ആണ്. അപ്പം ഈ സ്റ്റേജ് ഫിയർ പോലെയുള്ള സംഗതികളൊക്കെ ഇല്ലാതിരിക്കാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആയിട്ട് പഠിച്ച് ഓൺലൈൻ മേഖലയിൽ തന്നെ നമുക്ക് തിളങ്ങി നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പം ഈ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും ഒരു ട്രെയിനർ ആവാന്നുള്ളത്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഇതിന്റെ ഒരു മാനദണ്ഡമാണോ, അല്ലെങ്കിൽ നമുക്കത് ബിൽഡപ്പ് ചെയ്ത് പിന്നീട് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണോ, ഒരു സാധാരണക്കാരന് കടന്നു വരാൻ പറ്റിയ മേഖലയാണോ ശരിക്കും ഒരു ട്രെയിനിങ് മേഖല എന്ന് പറയുന്നത്, ഒരു ലീഡർഷിപ്പ് മേഖല എന്ന് പറയുന്നത്? ഓക്കെ ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതില് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു പിന്നെ ഞാന് എന്റെ വണ്ടി പിന്നെ കാറ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അദ്ദേഹം അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അഡ്വൈസ് ആണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. വണ്ടി എങ്ങനെ ഓടിക്കണം, എപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യണം, എങ്ങനെ ബ്രേക്ക് പിടിക്കണം, അതല്ലെങ്കിൽ ഈ സാധനങ്ങൾ എപ്പോഴും മാറ്റണം, അതല്ലെങ്കിൽ ഇതൊക്കെ അയാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷെ അദ്ദേഹം ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഫുട്ബോളിൽ കോച്ച് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഏറ്റവും പിന്നെ കളിക്കാരായിട്ടുള്ള ഇപ്പോ മെസ്സി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതല്ലെങ്കിൽ റൊണാൾഡോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെ കോച്ച് ആരാണ് നന്നായിട്ട് കളിക്കാന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയും മെസ്സിയൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കാന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. അപ്പോ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചില മേഖലകളിൽ അവരെക്കാൾ അറിവ് ഈ എടുക്കുന്ന പിന്നെ ട്രെയിനിക്ക് ഉണ്ടാവും. ട്രെയിനറേക്കാൾ ചിലപ്പോൾ ട്രെയിനിങ് ആയിരിക്കും പല വിഷയങ്ങളിലും കൂടുതൽ വിദ്യാഭ്യാസമോ അവഗാഹമോ നോളജോ ഒക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ട്രെയിനിക്ക് ആയിരിക്കാം. പക്ഷെ നമ്മളുടെ ആ ഒരു സ്പെസിഫിക് മേഖലയിലായിരിക്കും ട്രെയിനർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് അയാളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഒരു ഹാബിറ്റ്, ഒരു ശീലത്തിൽ മാറ്റം ഉദ്ദേശിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന്റെ ശീലം മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ആ ഒരു ഹെൽപ്പ് ആയിരിക്കും ആ ഒരു ട്രെയിനറുടെ കയ്യിൽ നിന്നോ കോച്ചിന്റെ കയ്യിൽ നിന്നോ കൗൺസിലറുടെ കയ്യിൽ നിന്നോ കിട്ടുന്നത്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു സർ. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ബന്ധപ്പെടാം. അപ്പോൾ ട്രെയിനർമാരായിട്ടുള്ള ആളുകളും ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളും എന്ത് ചെയ്യുക, ആ ഒരു മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നന്നായിട്ട് അതിൽ വർക്ക് ചെയ്യുക. നന്നായിട്ട് വർക്ക് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ ട്രെയിനർ ആയിട്ടുണ്ടാകും, പക്ഷെ അതിൽ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യാതെ നമ്മളത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കതിന്റെ റിസൾട്ട് ഇല്ലാതെ പോകുന്നത്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഫിസിക്കൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാതിരിക്കുക. ഫിസിക്കൽ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ഓൺലൈൻ സാധ്യതകളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പണ്ടൊക്കെ നമുക്കറിയാം അല്ലേ, ഒരു കഥ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ കത്തയച്ച് അവരുടെ ഓഫീസിൽ പോയിട്ട് അവരത് ചെക്ക് ചെയ്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യുള്ളൂ അല്ലെ. ആ കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഈ ഫിസിക്കലി ക്ലാസ് എടുക്കണം എന്ന് പറയുന്നവരോടും ഫിസിക്കലി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരോടും ചോദിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് വീഡിയോ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളത് എഴുതാനും പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് മാറണം. UGC പോലും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനും റെഗുലർ എഡ്യൂക്കേഷനും സമമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ സെൽഫ് ലേണിങ്ങും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനും ഓപ്പൺ എഡ്യൂക്കേഷനൊക്കെ
കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതായത് റെഗുലർ ബേസിൽ അഡ്മിഷൻസ് കുറയുകയും ഓൺലൈൻ ബേസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്കിൽ ഇംപ്രൂവ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ യൂസ് ചെയ്യുക. ഫിസിക്കലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്നതിനേക്കാൾ അപ്പുറത്ത് ഓൺലൈനിലുള്ള ഒത്തിരി അവസരങ്ങൾ, വാട്സപ്പിൽ വോയിസ് വിടുന്നതാകാം, വീഡിയോ ചെയ്യുന്നതാകാം, വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നതാകാം, ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഓൾ ഓവർ വേൾഡ് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ നിയാസ് സാർ ഖത്തറിലാണ്, അമീർ സാറ് ദുബായിലാണ്, ഇവിടെ കേരളത്തിലുള്ളവരുണ്ട്, ഔട്ട് ഓഫ് കേരള ഉണ്ടാകാം. അപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവർക്ക് ട്രെയിനിങ് എടുക്കാനുള്ള ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുള്ള സമയത്ത് ഞാൻ ഫിസിക്കലിയേ എടുക്കൂ എന്ന് നിർബന്ധം പഠിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനാണ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫിസിക്കലാകുന്നത്. ഫിസിക്കലി എടുക്കുന്ന ക്ലാസ്സുകളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ് എന്നുകൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മളുടെ ഈ ഇന്നത്തെ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്ക് നാളെ മുതൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ട്രെയിനേഴ്സിന്റെ ടോക്ക് ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ എല്ലാവരും സംബന്ധിക്കുക. താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ ക്ലാസ്. താങ്ക് യു സർ.